ജീവിതം താൻ വാഴുകയാകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ ആയത്ര ധന്യമേ ഈ ലോക ജീവിതം ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്തിരുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്തിരുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. SK മീഡിയയുടെ പ്രഭാതമണിയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാംഗ്ലൂർ ഗുഡ് ന്യൂസ് AG ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജൻ സി ജയനെ പ്രഭാതമണിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. പ്രഭാതമന്ന എന്ന ഈ പ്രോഗ്രാമിലൂടെ ജീവന്റെ മന്നയാകുന്ന ക്രിസ്തുവിനെ ഇന്ന് പ്രഭാതത്തിൽ ഭക്ഷിക്കുവാൻ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടുമുള്ള മാനവരാശി 1,200 പരം രാഷ്ട്രങ്ങളിൽ കൊറോണ വൈറസ് എന്നുള്ള മഹാമാരിയാൽ ഭാരപ്പെട്ട ഭയപ്പെട്ട മരണഭീതിയിൽ കഴിയുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോകത്തിന്റെ ദൃഷ്ടി എപ്പോഴും ഈ COVID-19 എന്നുള്ള വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ കണ്ണാടിയിലൂടെ വിഷയങ്ങളെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ഇതൊന്നും ആകസ്മികമല്ല എന്നും ഇതൊന്നും അപൂർവമായി സംഭവിച്ചതല്ല എന്നും ഇതൊക്കെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് കാലാകാലഘട്ടങ്ങളിലായി അത് മൈനസ് ആയാലും പ്ലസ് ആയാലും അത് എഴുതി വെച്ചത് നടന്ന് തീർന്നേ പറ്റൂ എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ദൈവമക്കൾക്ക് ഇത് ഒരു ആത്മീയ ഉണർവിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനെ ആ കാഴ്ചപ്പാടിലാണ് മുന്നിൽ നിന്നുകൊണ്ട് കാണേണ്ടത്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം 119 സങ്കീർത്തനം അതിന്റെ 18 വാക്യം, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമേ. ദൈവത്തിന് സ്തോത്രം. ലോകരാഷ്ട്രങ്ങൾ ഒരു നിയമത്തിന്റെ കീഴിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സകല മതങ്ങളും അതിന്റെ പ്രമാണങ്ങളുടെ കീഴിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സകല രാഷ്ട്രീയവും സകല തത്വശാസ്ത്രങ്ങളും സകല ഇസങ്ങളും ഇതിന്റെ പുറകിലൊക്കെ ആശയങ്ങളുണ്ട്. മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നിടം വരെ മാത്രമേ ഈ ആശയങ്ങൾക്കും നിയമങ്ങൾക്കും വാല്യൂ ഉള്ളൂ. മനുഷ്യന്റെ മരണത്തോടുകൂടെ ഇതെല്ലാം മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈ ന്യായപ്രമാണത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ അകത്തൊരു മഹാ അത്ഭുതം കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രമാണം തന്ന ദൈവത്തിന്റെ ഒരു ആത്മാവ് അതിനുള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തിന്റെ ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിന്റെ അകത്ത് വലിയ അത്ഭുതമുണ്ട്. സ്തോത്രം. ലോകത്തിന്റെ നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാം എന്നുള്ളതല്ലാതെ അതിനകത്ത് വലിയ അത്ഭുതങ്ങളൊന്നും കിടക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പുസ്തകമായ സത്യവേദ പുസ്തകം, നമ്മുടെ ആത്മാവിന്റെ ജീവൻ അതിൽ കിടക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിൽ കിടക്കുന്നു. അത് മരണം വരെ നമ്മളെ നടത്തുന്നതല്ല, അത് മരണത്തിന്റെ അപ്പുറത്ത് നടത്തുന്നതാണ്. അതുകൊണ്ട് ലോകത്തിലെ ഒരു പുസ്തകം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ശാസ്ത്രവും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും മനുഷ്യൻ മരണത്തിന്
മുൻപ് അവൻ ഗ്രഹിക്കേണ്ടുന്ന ഒരു സത്യം, ന്യായപ്രമാണത്തിലുള്ള ചില ചട്ടങ്ങളും നിയമങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങളെ പഠിക്കാൻ എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒരു മനുഷ്യൻ പഠിക്കണമെങ്കിൽ അവൻ കഷ്ടത്തിലൂടെ പോകണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ച ഏത് വ്യക്തിയുടെ ജീവിതത്തിന്റെ പുറകിലും ഒരു പരീക്ഷണമുണ്ട്, ഒരു ശോധനയുണ്ട്, ഒരു വിൽഡർനെസ്, ഒരു മരുഭൂമിയുണ്ട്, ഒരു ടഫ് സിറ്റുവേഷൻ ഉണ്ട്. ഇത് കടന്ന് ഒരുവൻ മാത്രമേ വിശ്വാസവീരനായിട്ടുള്ളൂ. ഇത് സ്തോത്രം, ഇത് ക്രോസ് ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ ചരിത്രത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ടുള്ള ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന ഏറ്റവും വലിയ വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, ലോകം എങ്ങനെയും പോകട്ടെ, ലോകത്തിന്റെ നിയമങ്ങൾ എങ്ങനെയും പോകട്ടെ, എന്നാൽ ദൈവപ്രമാണത്തിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ഈ കൊറോണ വൈറസ് കാലഘട്ടങ്ങൾ, ഈ യുദ്ധകാലഘട്ടങ്ങൾ, ഈ പ്രതിസന്ധി കാലഘട്ടങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളുടെ സ്വത്രം വലിയ ഒരു ശേഖരം പ്രാപിച്ചെടുക്കുന്ന മണിക്കൂറുകളാക്കി മാറ്റുവാൻ സാധിക്കും. ഞാനൊരു അനുഭവം പറയാം. എനിക്ക് ഈ 2-3 മാസമായി ഈ ലോക്ക്ഡൗൺ സ്തോത്രം ലോകത്തെമ്പാടും, വിശേഷ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്റ്റേറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിനു മുൻപുള്ള സമയങ്ങളെക്കാൾ ഞാൻ അധികവും ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സമയങ്ങളാണ് ഈ സമയങ്ങൾ. ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഈ സമയങ്ങൾ. ദൈവം അടുത്തു നിൽക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് അടുത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു കഷ്ടത്തിന്റെ, പ്രതിസന്ധിയുടെ, മനുഷ്യനെങ്ങും പോകാൻ കഴിയുന്നില്ല, പ്രോഗ്രാം നടത്താൻ കഴിയുന്നില്ല, ആളുകളെ കാണാൻ കഴിയുന്നില്ല, ഒരു കാര്യവും നടക്കാതെ സ്തംഭിച്ചു നിൽക്കുന്ന, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാ വഴിയും അടച്ച്, എല്ലാ ഡോറും അടച്ച്, ഒരു ജയിലിലിരിക്കുന്ന പാക്ക് ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് സ്വർഗത്തിലെ ദൈവം നൂലെ കെട്ടി ഇറക്കുമോ എന്ന് ചോദിച്ചാൽ ഇറക്കും എന്ന് പറയാൻ ഒരു ഭക്തന്റെ അവകാശ സമയമാണ് അവന്റെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ സമയങ്ങൾ. നിങ്ങൾ ചിന്തിക്കുക, ദൈവത്തിന്റെ ചട്ടം നമ്മൾ പഠിച്ചാൽ ലൈഫ് വളരെ ഈസിയാണ്. നോക്കുക, ദൈവത്തിന് സ്തോത്രം, ഭക്തന്മാരെ ദൈവം കഷ്ടതയുടെ തീച്ചൂളയിലിട്ടാണ് ചട്ടം പഠിപ്പിക്കുന്നത്. ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രകവും പ്രമാണത്തിന് വേണ്ടി നിന്നു, അതുകൊണ്ട് തീയിലൂടെ കടന്നു പോകേണ്ടി വന്നു. പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ലേ? എന്തുകൊണ്ട് തീയിലിട്ടു? 100 ചോദ്യങ്ങളുണ്ടെങ്കിലും അതിന്റെ അവസാനത്തെ വാക്ക് എന്തെന്ന് ചോദിച്ചാൽ, തീയുടെ നടുവിൽ ഒരു 4-മൻ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ പ്രമാണത്തിന് ശക്തി ഉണ്ടെന്നോ, പ്രമാണത്തിനകത്തൊരു ആത്മാവുണ്ടെന്നോ, ഒരു ദൈവമുണ്ടെന്നോ, ആ ദൈവത്തിന്റെ പ്രമാണത്തിൽ വേണ്ടി നിൽക്കുന്നവനെ ദൈവം ഏത് കാലഘട്ടത്തിലും, ഏത് നിയമത്തിന്റെ കുരുക്കിലോ, ഏത് പ്രതിസന്ധിയിലോ, ഏത് ഏകാന്തതയിലോ, ഒറ്റപ്പെടലിലൊക്കെ ഇറങ്ങി വന്ന് സഹായിക്കുന്ന ഒരു കരമുണ്ടെന്നാണ് വിളി. ദൈവത്തിന്റെ ന്യായം. അബ്രഹാം ഹാഗറിനെ ഇറക്കി വിട്ടു, ന്യായം അവിടെ തെറ്റിപ്പോയി. ആ സഹോദരി ഒരുപക്ഷെ പറഞ്ഞു കാണും, വേറെ ഏതെങ്കിലും യജമാനന്റെ വീട്ടിൽ ഇത്രയും വർഷം നിന്നായിരുന്നെങ്കിൽ ഗ്രാറ്റുവിറ്റിയും ബോണസും സെറ്റിൽമെന്റ് എല്ലാം കൂടെ കൂടിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ടേലും കിട്ടിപ്പോയി. ഇത് ഒരു നിർത്തി വെള്ളമോ ഒരു അടയോ എടുത്തു കൊടുത്തിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവായിക്ക് മറുവായില്ല, അബ്രഹാമിനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയില്ല. പക്ഷെ ന്യായം, പ്രമാണം കിട്ടാത്ത കാലഘട്ടം. പക്ഷെ അവിടെയും ദൈവം ന്യായത്തിന് വേണ്ടി ഇറങ്ങി വരികയാണ്. അവൾ ബേർശേബ മരുഭൂമിയിൽ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാം തീർന്നു, വളരെ ടെൻഷൻ. അവൾ മരിക്കാൻ പ്രയാസമില്ല, പക്ഷെ ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് മാറി നിന്ന് കരയുമ്പോൾ അവിടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ഇറങ്ങി വരികയാണ്. ന്യായമായ ഒരു നീതി അബ്രഹാമിന്റെ വീട്ടിൽ കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഹാഗറിനോട് പറയുകയാണ്, ബാലന്റെ നിലവിളി ഞാൻ കേട്ടു, നീ ഒരു ഗ്ലാസ് വെള്ളമല്ല നീ ആഗ്രഹിച്ചത്, നീ ഭാരപ്പെടണ്ട, ഒരു ഗ്ലാസ് വെള്ളമല്ല, ഐ വിൽ ഗിവ് യു എ വെൽ ഓഫ് വാട്ടർ, ഒരു കിണർ വെള്ളമാണ് ഞാൻ നിനക്ക് തരുന്നത്. ദൈവത്തിന്റെ നീതി, നീ ഒരു ദൂരത്തിൽ വെള്ളം കൊടുത്താൽ സ്വർഗത്തിലെ അപ്പൻ അറിയാം അത് മരുഭൂമി കിടക്കാൻ പ്രാപ്തമല്ലെന്ന്. എന്നാൽ ദൈവം ഒരു കിണർ കുഴിച്ചാൽ അവിടെ നിന്ന് പോകേണ്ടി
കാണത്തില്ല. ആ വെള്ളം കുടിച്ചവൻ ശക്തനായി. ന്യായപ്രമാണത്തിന്റെ അകത്തൊരു ശക്തിയുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് പോലും അപ്പോസ്തലന്മാര് പ്രസംഗിച്ചതൊന്നും ബൈബിൾ വെച്ചിട്ടല്ല, തെറ്റിദ്ധരിക്കരുത്. ബൈബിളിന്റെ ആശയവും ക്രിസ്തുവിനെ അവർ പ്രസംഗിച്ചു. ബൈബിൾ ഉണ്ടായത് ഒത്തിരി കാലം കഴിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ അവർ കയ്യിൽ ബൈബിൾ വെച്ചല്ല പ്രസംഗിച്ചത്. പക്ഷെ അവരുടെ പ്രസംഗം ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രമാണത്തിന്റെ അകത്തൊരു ദൈവം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കായീനും ഹാബേലും യാഗം കഴിക്കുന്ന സന്ദർഭത്തില് അവിടെ വലിയ പ്രമാണങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വലിയ പ്രമാണങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹാബേലിനെ കായീൻ കൊല്ലുമ്പോൾ കായീൻ ഫോളോ ചെയ്ത ഫിലോസഫി കമ്മ്യൂണിസ്റ്റുകാരുടെ ഫിലോസഫിയാണ്. പുള്ളി വിചാരിച്ചത് ഹാബേൽ അങ്ങ് തീർന്ന പിന്നെ ഹിസ്റ്ററി അങ്ങ് തീർന്നു, ഇനി വേണ ദൈവം എന്റെ യാഗം സ്വീകരിച്ചു കൊടുക്കുക. എന്റേത് അഴുക്കായാലും എന്റേത് ശരിയില്ലാത്തായാലും പച്ചക്കറി ആയാലും എന്താണ് വേണ, വേറെ ആരും ഇങ്ങനെ ഇനി യാഗം കഴിക്കാനൊന്നും ഇല്ല, വേണ സ്വീകരിച്ചു കൊടുക്കുക. കമ്മ്യൂണിസ്റ്റ് തിയറിയാ. പക്ഷെ ക്യാമറ മുകളിലുണ്ടായിരുന്നു. ക്യാമറ വിതിൻ സെക്കൻഡിനുള്ളിൽ കായീൻ അറസ്റ്റ് വാറണ്ട്. ന്യായം നഷ്ടപ്പെടുത്തി, നീതി നഷ്ടപ്പെടുത്തുന്നുണ്ട്. യാഗം എന്ന വിഷയം യാഗത്തെക്കാൾ കപ്പാസിറ്റി ഉള്ളതാണ് പ്രമാണം. കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്റെ സഹോദരനെ സ്നേഹിക്കുക. 100 പ്രമാണങ്ങൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഒരു ന്യായം ഈ ഭൂമിയിൽ നടത്തുകൊണ്ടിരുന്നു. ദൈവം അവരെ അറസ്റ്റ് ചെയ്ത് ചോദിച്ചു, അദ്ദേഹം മരിച്ചുപോയി, നീ രക്ഷപ്പെട്ടല്ലേ? നോ, അവന്റെ രക്തം എന്നോട് സംസാരിക്കുന്നു. മരിച്ചാലും സംസാരിക്കുന്നതാണ് ന്യായപ്രമാണം. മറക്കരുത്. മരണം കൊണ്ട് തീരുന്നതല്ല. ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ന്യായവും നീതിയും നഷ്ടപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ന്യായം കണ്ടിട്ട് മറികടക്കുന്ന ഒരു ദൈവമല്ല. ന്യായത്തിന് മുമ്പിൽ നിനക്ക് വേണ്ടി വാദിക്കുവാൻ, നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ, നിനക്ക് വേണ്ടി ഇടപെടുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യരില്ലെങ്കിലും നിന്റെ ജീവിതത്തിന്റെ എല്ലാ ടഫായ മണ്ഡലങ്ങളും ക്യാമറയിൽ പകർത്തിക്കൊണ്ട് തക്ക സമയത്ത് നീതി നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാബോത്തിന്റെ രക്തം സംസാരിക്കുന്നു, സക്കറിയാവിന്റെ രക്തം സംസാരിക്കുന്നു, ആബേലിന്റെ രക്തം സംസാരിക്കുന്നു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് യഹൂദന്മാർ അലറിക്കൊണ്ട് കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചാൽ അന്നു മുതൽ രക്തം അവരോട് സംസാരിക്കുന്നു. ദൈവത്തിൽ ലോകത്തോട് സംസാരിക്കുന്നു, നീതിക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അവന്റെ ക്രൂശ് നമുക്കൊരു ശക്തിയാണ്. അവന്റെ മരണം നമുക്കൊരു നിത്യജീവനാണ്. കർത്താവ് സ്തോത്രം ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ആ മന്ന കഴിച്ചവർ മരിച്ചുപോയി, മരിക്കുന്നിടം വരെ മരുഭൂമിയിലെ മന്നയ്ക്ക് ശക്തിയുള്ളൂ. എന്നാൽ എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും, അവൻ മരണം കാണുകയില്ല. നിങ്ങൾ എന്റെ മാംസം ഭക്ഷിക്കാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ അകത്ത് ജീവനില്ല. എന്നിൽ വിശ്വസിച്ച് ജീവിച്ച് മരിക്കുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഈ പ്രഭാത മന്ന എന്ന പ്രോഗ്രാമിലൂടെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കുക. സ്തോത്രം. പുതിയ നിയമത്തിന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ പ്രമാണമാകുന്ന ക്രിസ്തുവിനെ നമുക്ക് സ്തോത്രം ഭക്ഷിക്കാം, പാനം ചെയ്യാം. അവന്റെ വചനത്തെ നമുക്ക് ഏറ്റെടുക്കാം. ന്യായപ്രമാണം എഴുതി കൊടുത്തെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ ആ ന്യായപ്രമാണം ആ ദൈവപുത്രനായി നമുക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം, നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതമുണ്ട്. ഈ കൊറോണ വൈറസ് സമയത്ത് ഇങ്ങനെ എല്ലാ പ്രതിസന്ധി നിൽക്കുമ്പോഴും ഈ കഷ്ടതയുടെയും തീയുടെ അനുഭവത്തിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ദൈവത്തിന് സ്തോത്രം, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിൽക്കുന്ന സന്ദർഭത്തില് ആ 40 വർഷം അവരെ പ്രമാണം പഠിപ്പിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഈജിപ്റ്റ് തെരഞ്ഞെടുത്തില്ല, അതിനുവേണ്ടി കനാൻ ദേശം തെരഞ്ഞെടുത്തില്ല. എന്തുകൊണ്ടാ? അവർക്ക് പ്രമാണം കൊടുത്താൽ അവർ അനുസരിക്കത്തില്ല, സമൃദ്ധി നിൽക്കുക. എന്നാൽ ദൈവത്തിന് സ്തോത്രം, സമൃദ്ധി നിൽക്കുക. എന്നാൽ അവിടെ മരുഭൂമിയിൽ ഒന്നുമില്ല. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക, അല്ലാതെ മരുഭൂമിയിൽ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. സ്കൂളും കോളേജും ഹോസ്പിറ്റലും ഒന്നുമില്ല, യൂണിവേഴ്സിറ്റി ഒന്നുമില്ല, ക്ലോത്ത് മാറ്റും ചെരുപ്പുകട ഒന്നുമില്ല, ഭക്ഷണമില്ല, ഹോട്ടലില്ല. ദൈവത്തിന്റെ പ്രമാണം പഠിപ്പിക്കുക. നീ രാവിലെ മന്നയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ്. ക്ഷമ പഠിപ്പിച്ചു.
ഇറച്ചിയില്ല, ടെൻഷൻ അടിക്കണ്ട, മാർക്കറ്റില്ല, ഭാരപ്പെടേണ്ട. കാടപ്പക്ഷിയെ സമുദ്രത്തിൽ നിന്ന് ഒറ്റ കാറ്റടിപ്പിച്ച് നിന്റെ പാളയം പോലും മാറത്തില്ല. ദൈവം പ്രമാണം പഠിപ്പിച്ചു. ശ്രേഷ്ഠ ഫുഡ് കൊണ്ട് അവരെ അനുഗ്രഹിച്ചു. ദൈവം പാറയിലെ വെള്ളം, പ്യുവർ വാട്ടർ മിക്സിംഗ് അല്ല, അവർക്ക് കൊടുത്തു. പ്രതിസന്ധിയിൽ നീട്ടിയ ഒരു കരം, ഒരു വടി അത്ഭുതം നടത്തി. 40 വർഷം കൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ ആത്മീക ജീവിതം പഠിപ്പിച്ചെടുത്തു. ഞാൻ നിങ്ങളുടെ ദൈവമാണെന്നും, ആയുധം വേണ്ട, ആർമി വേണ്ട, രാജാവ് വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നും. ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് പരിശുദ്ധാത്മാവിൽ ഒരു ആലോചന പറയുന്നു. നിന്റെ സകല യുദ്ധങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. മുഴങ്കാലിലേക്ക് പ്രാർത്ഥിക്ക്, വരവാസന്നമായി. സ്തോത്രം. ഇനിയും അധികം യാത്രയില്ല. ഒരുങ്ങാം, സമർപ്പിക്കാം, കണ്ണുനീരൊഴുക്കാം. താഴ്മയോടെ ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഈ ജീവന്റെ മന്നയാകുന്ന കർത്താവ് എന്ന ആ ജീവന്റെ അപ്പത്താൽ ഈ ദിവസങ്ങളിൽ നമ്മളെ സംതൃപ്തിപ്പെടുത്തട്ടെ. ആത്മാവും ശരീരവും പ്രാണനും ഒരുപോലെ ദൈവിക സന്തോഷം കൊണ്ട് നിറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി നമുക്ക് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചുരുക്കം വാചകത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും വന്ദനം.